വെൽക്കം. ഇന്ന് നമുക്ക് പല ആൾക്കാരും ആഗ്രഹിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റാത്ത അതിൻ്റെ തടസ്സം എന്താണെന്ന് നമുക്ക് അന്ന് വിശകലനം ചെയ്യാം. ഒരിക്കൽ ഒരു നീന്തൽ വിദഗ്ധ ഫ്ലോറൻസ് ചാഡ്വിക്ക് എന്നാണ് അവരുടെ പേര്. ഇംഗ്ലീഷ് ചാനലൊക്കെ നീന്തി കിടന്നിട്ടുള്ളതാണ്. അവരുടെ പിന്നെ അടുത്ത യജ്ഞം എന്ന് പറയുന്നത് കാറ്റലീന ഐലൻഡ്, അതായത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ കാലിഫോർണിയ സൈഡിൽ കടലിലുള്ള പസഫിക്കിലുള്ള ഒരു ഐലൻഡാണ്. അതിൽ നിന്ന് അവർ 28 മൈലുകൾ നീന്തി കരയ്ക്കെത്താനായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അവിടെ ഒത്തിരി സ്രാവുകളുണ്ട്. അപ്പം ഇത് ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ നീന്തുന്നതിൻ്റെ അപ്പുറ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും 2 ബോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്രാവ് ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ അവർ ഷൂട്ട് ചെയ്ത് താത്തു. അപ്പോൾ അങ്ങനെ പക്ഷേ ഭയങ്കരമായ തണുപ്പുള്ള മരം കൊച്ചുന്ന എന്ന് പറയുന്ന പോലെയൊക്കെയുള്ള ഭയങ്കര തണുത്ത വെള്ളമാണ്. പക്ഷേ അവർ അതിൽ കൂടെ ഇങ്ങനെ വന്ന് പക്ഷേ കരയെത്തുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കരയെത്താനായിട്ട് 200 മീറ്റർ മാത്രമുള്ളപ്പോൾ 2 കൈ ഉയർത്തി. അങ്ങനെ കൈ ഉയർത്തി അവരെ ബോട്ടിലേക്ക് എടുത്തു. അവരന്ന് സറണ്ടറായി. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. BBC ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇവർ കരയ്ക്കെത്താനായിട്ട് ജസ്റ്റ് 200 മീറ്റർ ഉള്ളപ്പോൾ ആകാശം പോലെ കിടക്കുന്നത് കംപ്ലീറ്റ് ഫോഗ് കയറി മഞ്ഞ് കയറി മൂടി കിടക്കുമായിരുന്നു. അവർക്ക് അത്രയും ദൂരം മാത്രമേ ഉള്ളെന്ന് അവർ അറിഞ്ഞപ്പോഴത്തേ അവർ പൊട്ടിക്കരഞ്ഞ് തകർന്ന് തറയിലിരുന്ന് പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ സണ്ണി വെതറിൽ നല്ല കാലാവസ്ഥയുള്ള സമയത്ത് അവർ വീണ്ടും ഇതുപോലെ ചെയ്ത് അവരത് കീഴടക്കുക തന്നെ ചെയ്തു. പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യുന്നവരും അത് നേടുന്നവരെ സംബന്ധിച്ചൊക്കെ വലിയൊരു പഠനമാണ്. എന്തുകൊണ്ടാണ് വ്യക്തമായി കാണാനില്ലാതിരുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ഗോൾ എങ്ങനെ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഗോൾ വേണം. നമുക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നമ്മൾ എഴുതി തയ്യാറാക്കിയ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ദൃശ്യ രൂപത്തിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പം പലപ്പോഴും നമുക്ക് ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്ന് അക്കവിട്ട് പറയാം. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഡിസയർ, ഈ ഗോളിൻ്റെ പുറത്ത് വരുന്ന നമ്മുടെ ഡിസയേഴ്സ് ഉണ്ട്, അതിനെയൊക്കെ നമുക്ക് ചെറുക്കാൻ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് പല ലസ്റ്റിനെയും നമുക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു MBBS പഠിക്കാനായിട്ട് പോകുന്ന ആ സമയത്തായിരിക്കും കുട്ടികൾക്കൊരു പ്രണയം വരുന്നത്. പക്ഷെ അതിനെ ചെറുക്കാനായിട്ട് അവർക്ക് പറ്റണമെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കറക്റ്റ് മനസ്സിലാകാത്ത കാര്യത്തെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റാത്തതോ മനസ്സിലാകാൻ പറ്റാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗോളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് കാറ്റലീന ഐലൻഡിൻ്റെ ഫ്ലോറൻസ് ചാഡ്വിക്കിൻ്റെ കഥ തന്നെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫീലിങ്സ്. അപ്പോൾ ഒരു ഡേഞ്ചറസ് എക്സ്ട്രീംസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് വേണമെങ്കിൽ പുറത്ത് ചാടും. എന്നിട്ട് നമ്മൾ സ്വയം റെസിസ്റ്റ് ചെയ്യുന്ന, പക്ഷേ ഈ വരുന്നതെല്ലാം ഇതും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ദിസ് വിൽ ഓൾസോ വി ഷാൽ ഓവർകം എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. സോ നമുക്കൊരു ഫീലിങ്സ് എപ്പോഴും നമ്മുടെ കമ്പാനിയനാണ്. അത് നമ്മുടെ സോളിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതായിട്ട് മാഗ്നിഫൈസ് ചെയ്യും. ഒരു ഇന്നർ വോയിസ് ആയിട്ടോ ഇന്നർ ലൈഫായിട്ടോ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൗ ആർ യു, ഐ ഫീൽ ഗ്രേറ്റ്. സോ അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ചില ആൾക്കാരെന്ത് പറയും, ഐ ഫീൽ അലോൺ. ഇങ്ങനെ വരുന്നൊരു മാറ്റം. അപ്പോൾ നമുക്ക് ഫീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു എക്സലൻ്റ് ടൂള് തന്നെയാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഇന്നർ വേൾഡിലൂടെ ഏത് ഡേഞ്ചറേയും നേരിടാനുള്ള കരുത്ത് നമുക്ക് ആർജിക്കാനായിട്ട്, ഏത് ഡിസിഷൻ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഓബ്സ്റ്റക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആരൊക്കെ പോകുന്നവർക്കെല്ലാം ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. പക്ഷേ നമ്മൾ എൽ നൈറ്റിംഗേലിൻ്റെ വാക്കുകൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഓബ്സ്റ്റക്കിൾസ് ആർ വാട്ട് യു സീ വെൻ യു ടേക്ക് യുവർ ഐസ് ഓഫ് ദ ഗോൾ. ലക്ഷ്യത്തിൽ നിന്നും കണ്ണെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഓബ്സ്റ്റക്കിൾ കാണുകയുള്ളൂ. അപ്പോൾ എന്നതുപോലെ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
ഒരു പ്രോബ്ലത്തിൻ്റെ ആദ്യത്തെ ലെവലിൽ നമ്മുടെ ഒരു ബോധത്തിൽ വെച്ചുകൊണ്ട് നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ നമുക്കതിൻ്റെ ആദ്യത്തെ ബോധത്തിൽ വെച്ചിട്ട് അതിന് കുറച്ചുകൂടി ഡീപ്പിൽ പോയെങ്കിലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ എല്ലാ സൊല്യൂഷൻസിലേക്കും നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ആക്ച്വലി ഈ മൈൻഡിൻ്റെ ഡിസൈൻ തന്നെ ഏത് പ്രോബ്ലത്തിലേക്കും ആഴത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളവിടെ ഏത് ഫീലിംഗ് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ ഒളിമ്പിക്സിലൊക്കെ അവർ കാണിക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ നല്ലതെന്നോ മോശമെന്നോ പറഞ്ഞ ഒരു സാധനമില്ല. നമ്മളെങ്ങനെ അതിനെ നോക്കിക്കാണും നമ്മുടെ തോട്ടാണ്. ചിലത് നമ്മൾ നല്ലതെന്ന് പറയുന്നു, ചിലർക്കത് മോശമാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വയം ചോദിക്കാം, പ്രധാനമായിട്ടും നമ്മുടെ ഗോളിലേക്ക് പോകാൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ. ആൻഡ് വൈ, ഡിസ്കവർ ദ വൈ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ആ ഇമോഷൻ അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നത്, യു വിൽ സീ യുവർ തോട്ട്സ് ഡയറക്റ്റ്ലി ഇൻ ടു യുവർ ഫീലിങ്സ്. അപ്പോൾ ഫീലിങ്ങും തോട്ടുമായിട്ട് വളരെ വെൽ കണക്റ്റഡ് ആയിട്ട്, അപ്പോൾ നമ്മളവിടെ തോട്ട് മാറ്റിയാൽ മതി, ഇൻപുട്ട് കൊടുക്കുന്നത് മാറ്റുക. അപ്പോൾ ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യത്തിൻ്റെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻപുട്ട് വളരെ റെഗുലറായിട്ട് ഓൺ എ റെഗുലർ ബേസിൽ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും വേർഡ്സ് വളരെ പവർഫുള്ളാണ്. വേർഡ്സ് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിൽ നിന്ന് പറയുന്നതിന് നമുക്ക് പെട്ടെന്ന് എറേസ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നമുക്കെപ്പോഴും പ്രയാസങ്ങളുണ്ട്, അതിനെ ഹീൽ ചെയ്യാനും ഇമോഷണലി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഈ സന്തോഷം അഥവാ ഹാപ്പിനെസ്, നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളിന് ഹാപ്പിനെസ് വരത്തില്ല. സെൽഫ് ഡിസിപ്ലിൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ഗോളിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു എല്ലാ സിറ്റുവേഷനും നമുക്ക് അപ്പിയർ ചെയ്യുന്നതും നമ്മുടെ കോൺഷ്യസ്നസ്സിലേക്ക് പോകുന്നതും എല്ലാം വരുന്നത് എന്തിനെ വെച്ചിട്ടാണ്? ആ സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ദ കോൺഷ്യസ്നസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കവിടെ ചെയ്യുന്നത്, നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം, ഇല്ലെങ്കിൽ ആഴത്തിലേക്കൊന്ന് പോയി നോക്കാം, എന്ത് ഇമോഷൻസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും നമുക്ക് വരുന്ന ഇമോഷൻസിനെ വേണ്ട വിധത്തിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക. നമുക്ക് വരാവുന്ന ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നതിൽ കഥയില്ല. പക്ഷേ ആ ഇമോഷൻസിനെ നമുക്ക് ഏത് നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മുടെ ഗോളിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റാൻ കഴിയുന്നവരുണ്ട്. അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്ത് സോ നമുക്കപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തുവാണോ നിങ്ങളുടെ ഫീലിംഗ്, അതിന് തുടക്കം ഇടുന്ന പോലെ ഉള്ള ഫീലിംഗ് എന്താണോ നമുക്കത് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ചാനൽ യുവർ എനർജി. നമുക്ക് ആ സക്സസ്സിന് എത്ര ഊർജ്ജം ആവശ്യമാണോ, നമ്മുടെ എല്ലാ ഊർജ്ജവും എല്ലാ സ്ഥലത്തുനിന്നും വിഡ്രോ ചെയ്തിട്ട് നമുക്കിതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്കെപ്പോഴും ചോദിക്കാം, ആസ്ക് ഫോർ ദ ഡിവൈൻ ഗൈഡൻസ്. അത് പലപ്പോഴും നമ്മുടെ ഈ എനർജി ചാനൽ ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഉപകാരപ്രദമാകും. പലപ്പോഴും ഒരുപാട് പേര് ഇത് ചെയ്യാറുണ്ട്. ആൻഡ് ലക്ഷ്യങ്ങളുള്ളവർ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുള്ളവർ അവർ അച്ചീവ് ചെയ്യാറുണ്ട്. ആൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അതും ഏൾ നൈറ്റിംഗേലിൻ്റെ തന്നെ ഒരു വാക്കാണ്. ആൻഡ് പീപ്പിൾ വിത്ത് ഗോൾസ് സക്സീഡ് ബിക്കോസ് ദേ നോ വെയർ ദേ ആർ ഗോയിങ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഏൾ നൈറ്റിംഗേൽ അദ്ദേഹമായിരുന്നു ലോകത്ത് ഏറ്റവും വലിയൊരു ആദ്യകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ട്രെയിനറാണ്. മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇന്നും ഇൻസ്പിറേഷനാണ്. ആൻഡ് പിന്നെ നമുക്ക് ഗോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സീ ദ ബിഗ് പിക്ചർ. ആ ഗോൾ നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, രാഷ്ട്രത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ, അനേകം പേര് ഇതുപോലത്തെ ഗോൾ നടത്തുമ്പോഴുണ്ടാകുന്ന മൊത്തത്തിലുള്ള മാറ്റങ്ങൾ. സോ നമുക്കത് ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളൊരിക്കലും റിയാക്റ്റ് ചെയ്യരുത്, എപ്പോഴും റെസ്പോണ്ട് ചെയ്യാവുള്ളൂ. ചില കാര്യത്തിൽ നമുക്ക് ഈ ഹോട്ട് ബട്ടൺസ് പോലുണ്ട്, ചില ഇമോഷണൽ ട്രിഗേഴ്സ്, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരികയോ സങ്കടം വരികയൊക്കെ ചെയ്യും. പക്ഷേ അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ അതിനെ
യു ഫോർഗീവ് യുവർ ഇമോഷണൽ ട്രിഗേഴ്സ്. ഇനി നമുക്ക് ഈ ഗൈഡഡ് ഇമേജറി, വിഷ്വലൈസേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഗോൾ വ്യക്തമായിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കണം. ആൻഡ് ട്രൈ ഫോക്കസ്ഡ്, വളരെ വ്യക്തമായി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ഡിസ്ട്രാക്ഷൻസിനെ വളരെ ഇതായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ അതുകൂടാതെ തന്നെ നമുക്ക് എപ്പോഴും സ്ട്രെസ്സ് വരുന്നതിന് ഹൗ ടു മാനേജ് ദ സ്ട്രെസ്, മാനേജിങ് ദ സ്ട്രെസ്, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് എല്ലാ വിധത്തിലുള്ള സങ്കടം ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന ഏത് ഇമോഷൻസ് വന്നു കഴിഞ്ഞാലും യു റിസീവ് ദാറ്റ്, സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് പലപ്പോഴും ഒരു മൂഡ് ജേണൽ, ചില ആൾക്കാർക്ക് നല്ല മൂഡിൽ നിൽക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മൂഡ് മാറിപ്പോകും, വീണ്ടും നല്ല മൂഡ് വരും, മാറിപ്പോകും. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു മൂഡ് ജേണൽ വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യമാണ് ഈ നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, വലിയൊരു സബ്ജക്റ്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഈസിയാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഉണരുന്നത്, നിങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, ട്രിഗർ ചെയ്യുന്നത്, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഇഫ് യു നോ ഇറ്റ് വെരി വെൽ, ഈസിലി യു ക്യാൻ മാനേജ്. നമ്മളൊരു കാറ് തിരക്കിട്ട റോഡിലൂടെ തട്ടാതെ മുട്ടാതെയും പോകുന്ന പോലെ യു ക്യാൻ മാനേജ് ഇറ്റ് വെരി വെൽ. സിമിലർലി മറ്റുള്ളവരുടെ ഏതൊക്കെ സമയത്താണ് ആൾക്കാർ പ്രകോപിതരാകുന്നത്, മോട്ടിവേറ്റഡ് ആകുന്നത്, ദേഷ്യപ്പെടുന്നത്, ഇത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇഫ് യു നോ ദം യു ക്യാൻ മാനേജ് ദം ഈസിലി. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഒരു റിലേഷൻഷിപ്പ് വിദഗ്ധനായി മാറുകയാണ്. പിന്നെ പലപ്പോഴും നമുക്കൊരു മൂഡിന് സ്വിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാവുന്ന ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. നമ്മളത് വിട്ടു. അതൊരു ആദ്യം തന്നെ നമുക്ക് ഒത്തിരി കുറഞ്ഞ പ്രശ്നം 2-3 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴാണോ നമുക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ വേദി, അവിടെ മാത്രമേ നമ്മൾ എക്സ്പ്രസ് ചെയ്യാവൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓൾവേസ് നമുക്കൊരു കൂളിംഗ് സ്പേസ് നമ്മൾ കൊടുക്കണം. നമുക്ക് നമ്മളായിട്ട് കുറച്ച് സ്പേസ് കൊടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ നിങ്ങൾക്കറിയാം ഈ അഫർമേഷൻസ് നമുക്ക് വളരെ അനുഗ്രഹമാണ്. നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം. ഇപ്പം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും അവസാനം നമ്മൾ അഫർമേഷൻസ് ചേർക്കും. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് അഫർമേഷൻസ് കൂടെ നമുക്കത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ മാറ്റം അറിയാനായിട്ട് പറ്റും. ലൈക്ക് ഐ ആം റെഡി, വില്ലിങ് ആൻഡ് ഏബിൾ ടു അച്ചീവ് മൈ ഗോൾസ്, നല്ല അഫർമേഷനാണ്. അതേപോലെ തന്നെ ഹാവ് ദ കറേജ് ടു ബിഗിൻ ആൻഡ് ഹാവ് ദ കറേജ് ടു സക്സീഡ് മറ്റൊരു അഫർമേഷനാണ്. ഐ ടേൺ മൈ ഡ്രീംസ് ഇൻ ടു ഗോൾസ്, മൈ ഗോൾസ് ഇൻ ടു പ്ലാൻസ് ആൻഡ് മൈ പ്ലാൻസ് ഇൻ ടു റിയാലിറ്റി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അഫർമേഷനാണ്. അതേപോലെ തന്നെ മറ്റൊരു അഫർമേഷനാണ് ഐ ഹാവ് ദ കറേജ് ടു ബിഗിൻ ആൻഡ് ഐ ഹാവ് ദ കറേജ് ടു സക്സീഡ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് വരട്ടെ, അതിനെക്കൊണ്ട് കഴിയട്ടെ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.